ഷാഫി പറഞ്ഞത് വളരെ കൃത്യമായിട്ടും ശരിയാണ്. അതായത് ഇത് ആരോപണമല്ല, അധിക്ഷേപമാണ്, വ്യക്തി അധിക്ഷേപമാണ്. ഷാഫി പറമ്പിൽ എന്ന MP-യെ KSU കാലം തൊട്ട്, വിദ്യാർത്ഥി കാലം തൊട്ട് രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് വന്ന, പൊതുപ്രവർത്തകനായിട്ട് വന്ന MLA ആയിരുന്ന, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് കോൺഗ്രസിൻ്റെ യുവനേതാക്കൾ ഏറ്റവും പ്രധാനിയായിരിക്കുന്ന ഒരു നേതാവിനെതിരെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന വലിയ പദവിയിലിരിക്കുന്ന ഒരാൾ ഒരു കാരണവുമില്ലാതെ, ഒരു കാര്യവും വ്യക്തമാക്കാതെ ഒരു അധിക്ഷേപം, വ്യക്തി അധിക്ഷേപം നടത്തുകയാണ്. അതും അങ്ങേയറ്റം നിന്ദ്യമായുള്ള അധിക്ഷേപമാണ്. കാരണം അത് ലൈംഗികമായിട്ടൊരു ദുർപ്രവൃത്തിയെ ലക്ഷ്യം വെച്ചിട്ടാണല്ലോ ഈ പറഞ്ഞിരിക്കുന്നത്. എന്ത് തെളിവാണുള്ളത്? ഒരു തെളിവുമില്ല. എന്തെങ്കിലും കാര്യം കൃത്യമായിട്ട് പറഞ്ഞോ? ഇല്ല. EN സുരേഷ് ബാബു ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ തന്നെ നേതാവായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകയായിട്ടുള്ള, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന KJ ഷൈൻ ടീച്ചറുടെ ഫേസ്ബുക്ക് പേജ് എടുക്കുക. എന്നിട്ട് ആ ഫേസ്ബുക്ക് പേജ് എടുത്തിട്ട് അതിന് താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവരെഴുതിയിരിക്കുന്ന പോസ്റ്റുകൾ വായിക്കുക. ഒരു കാര്യവുമില്ലാതെ വ്യക്തിപരമായിട്ട് ദുരാരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ആളുകളെ ഡീഗ്രേഡ് ചെയ്ത് കളയാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ KJ ഷൈൻ ടീച്ചർ വളരെ വ്യക്തമായിട്ട് തന്നെയും എഴുതിയിട്ടുണ്ട്. അതിനകത്ത് നല്ല സർട്ടിഫിക്കറ്റുകൾ തിരയുന്നവരോടൊന്നോ മറ്റോ പറഞ്ഞൊരു ഒരു പോസ്റ്റുണ്ട്. അത് കൃത്യമായിട്ട് സുരേഷ് ബാബു പറ്റുമെങ്കിൽ രണ്ടോ മൂന്നോ തവണ എടുത്ത് വായിക്കണം. എന്നിട്ട് എങ്ങനെയാണ് വ്യക്തിപരമായിട്ട് പൊതുസമക്ഷത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ഇത്രക്ക് യാതൊരു തെളിവുമില്ലാതെ അനാവശ്യമായിട്ട് കുറ്റം പറയുന്നത് എന്തുകൊണ്ട് ശരിയല്ലാതാകുന്നു? എന്തുകൊണ്ടത് നിന്ദ്യമായ കാര്യമാണ്, ശരിയല്ലാത്ത കാര്യമാണ്? പൊതുപ്രവർത്തകർ പോയിട്ട് സാധാരണ പൊതുപ്രവർത്തനം നടത്താത്ത ആളുകൾക്ക് പോലും ചേർന്നതല്ല ഈ കുറ്റം പറച്ചിൽ. ഇങ്ങനെ വസ്തുതയില്ലാത്ത ഇത്തരം ദുരാരോപണങ്ങൾ നടത്തുന്നതെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് ഉപകരിക്കും KJ ഷൈൻ ടീച്ചറുടെ പോസ്റ്റുകൾ. പിന്നെ ഇതിനകത്ത് ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത കുറ്റത്തിന് ഷാഫി പറമ്പിൽ ഉത്തരവാദിയല്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം വേറെയാണ്. അയാൾ വേറൊരു കേസാണ്. അയാൾ ചെയ്തിരിക്കുന്ന അതിനിന്ദ്യമായിട്ടുള്ള കുറ്റകൃത്യത്തിൻ്റെ തെളിവുകൾ നമ്മുടെ കൈവശമുണ്ട്. മാധ്യമങ്ങൾ കണ്ടതാണ്, കേരള സമൂഹം കേട്ടതാണ്. എന്തുമാത്രം കുഴപ്പം പിടിച്ച കാര്യങ്ങളാണ് ഇയാൾ ചെയ്തതെന്ന്. അയാൾക്കെതിരെ ഒരു പരാതി പോലും ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം. അയാൾക്കെതിരെ ഒരു പരാതി പോലും രേഖാമൂലമോ വാക്കുമൂലമോ ഇല്ലാതിരുന്നിട്ട് പോലും അയാളുടെ പാർട്ടി അയാൾക്കെതിരെ നടപടിയെടുത്തു. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള വലുപ്പമുള്ള കുറ്റമാണ് അയാൾ ചെയ്തത്. ആ കുറ്റത്തെ സമീകരിച്ചു കൊടുക്കുകയാണ് EN സുരേഷ് ബാബു. ഷാഫി പറമ്പിലെ ചുമ്മാ ഒരു കാര്യമില്ലാതെ ഷാഫി പറമ്പിൽ എന്ത് ആരോപണമുള്ളത്? എന്തെങ്കിലും തെളിവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന പോലെ വന്നോ? അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ആരെങ്കിലും ഇതുവരെ, കേരള രാഷ്ട്രീയത്തിൽ ആരെങ്കിലും ഇതുവരെ ഷാഫി പറമ്പിലിനെതിരെ ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്? അദ്ദേഹം വളരെ ചെറുപ്പക്കാരനായിട്ട് വന്ന ആളാണല്ലോ. ഒരിക്കൽ പോലും ഇങ്ങനെ വഴിവിട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് കുറ്റാരോപണം നേരിടാത്ത ഒരാൾക്കെതിരെ അനാവശ്യമായിട്ട് വന്നിട്ട് പറയുകയാണ്. ഏതെങ്കിലും നിസ്സാരക്കാരനായ ഒരാളല്ല പറഞ്ഞത്. ഒരു DYFIയുടെയോ SFIയുടെയോ നേതാവോ അല്ലെങ്കിൽ ആ പ്രാദേശികമായിട്ടൊരാളോ അല്ല പറഞ്ഞു. ഒരു ഈ ഷാഫി പറമ്പിൽ MP ആയിരിക്കുന്ന, MLA ആയിരുന്ന, അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് ഈ പറഞ്ഞതെന്ന് ഓർക്കണം. അപ്പോൾ അങ്ങേയറ്റം മോശമായി പോയി. CPM-ൻ്റെ സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തെ തിരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം.